നമസ്കാരം. പലപ്പോഴും പലർക്കും ഉള്ളൊരു സംശയമാണ് എന്താണ് ഷെയർ മാർക്കറ്റ്, ഇതിൻ്റെ റിസ്ക് കാര്യങ്ങൾ എന്നിവയെ പറ്റിയിട്ട്. പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ ഷെയർ അഥവാ ഓഹരി, ഇതിനെ തന്നെയാണ് ഇക്വിറ്റി എന്നെല്ലാം പറയുന്നത്. നമ്മൾക്ക് ഒരു കമ്പനിയുടെ ഓഹരി അഥവാ ഇക്വിറ്റി വാങ്ങുന്നതിനുള്ള ഒരു മാർക്കറ്റാണ് ഷെയർ മാർക്കറ്റ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് ഒരു വ്യക്തിക്ക് ഷെയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വേണ്ടത് ഒരു ലൈസൻസ്ഡ് ബ്രോക്കറുടെ കയ്യിൽ നിന്നും ഒരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അത് മുഖേന നമുക്ക് ഷെയറുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും സാധിക്കും. ഓരോ കമ്പനികളും അവരുടെ കമ്പനികളുടെ ഷെയറുകൾ ലിസ്റ്റ് ചെയ്യും. NSE അഥവാ BSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ രണ്ട് എക്സ്ചേഞ്ചുകളാണ് ഇവർ കമ്പനികളുടെ ഷെയർസ് ലിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഷെയറുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും സാധിക്കും. ആദ്യമായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അത് ഒരു രജിസ്റ്റേർഡ് ബ്രോക്കർ ത്രൂ അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് മുഖേന നിങ്ങൾക്കിത് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും സാധിക്കും. ഒരു കമ്പനി അവരുടെ ഷെയർസ് ആദ്യമായി മാർക്കറ്റിൽ ഇറക്കുന്നതിനെയാണ് IPO എന്ന് പറയുന്നത്, ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഇത് സാധാരണഗതിയിൽ കമ്പനികൾ ചെയ്യുന്നത് അവരുടെ കമ്പനികളുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ബിസിനസ് കൊണ്ടുവരുന്നതിന് ഫണ്ടിൻ്റെ ആവശ്യകതകൾ വരുമ്പോൾ അവർ പബ്ലിക്കിൽ നിന്നും ഫണ്ട് സോഴ്സ് ചെയ്യുന്നതിനായിട്ടാണ് അവർ ഷെയർസ് പുറത്തു കൊടുക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ മേജർ ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഒരു കൺട്രോളിംഗ് സ്റ്റേക്കുള്ള അവരുടെ ഷെയറുകളുടെ ഒരു നിശ്ചിത ശതമാനം പബ്ലിക്കിലേക്ക് അലോട്ട് ചെയ്യുന്നു. അത് ഒരു പ്രത്യേക നിശ്ചിതമായൊരു തുക നിശ്ചയിച്ച് അതിൻ്റെ വാല്യുവേഷനൊക്കെ നടത്തിയിട്ട് ആ ഒരു നിശ്ചിത തുകയ്ക്ക് അത് അലോട്ട് ചെയ്യുന്നു. നമ്മൾക്ക് ഈ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് മുഖേന ഈ കമ്പനികളുടെ ഷെയറുകൾ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ നമ്മളിത് എത്രയാണോ തുക എന്ന് പറയുന്നത് ആ തുക വെച്ചിട്ട് നമ്മളതിന് അപ്ലൈ ചെയ്യുന്നു. നമ്മൾക്കത് അലോട്ടായി വരികയാണെങ്കിൽ നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഈ ഷെയർസ് ലഭിക്കുന്നതാണ്. ഒരു ഷെയർ ആണെങ്കിലും 1000 ഷെയർ ആണെങ്കിലും 1,00,000 ഷെയർ ആണെങ്കിലും എത്ര ഷെയർ ആണോ നമുക്ക് ആ കമ്പനിയുടെ വിളിച്ച് നമ്മൾക്ക് ആ കമ്പനിയിൽ ഒരു ഓഹരി പങ്കാളിത്തം ലഭിച്ചു അല്ലെങ്കിൽ ഒരു ഉടമസ്ഥാവകാശം ലഭിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്. ഈ കമ്പനി പിന്നീട് നല്ല മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുകയോ അതുപോലെ നല്ല നല്ല പ്രവർത്തന ഫലങ്ങളാണ് റിപ്പോർട്ടുകളാണ് അവർ വരുന്നതുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് കൂടും. ഇതുപോലെ തന്നെ കമ്പനിക്ക് ഷെയറിന് ഡിമാൻഡ് വരും. അപ്പോൾ മാർക്കറ്റിലും ഇതിന് കൂടുതൽ ബയേഴ്സ് വരും. ഇങ്ങനെ വരുമ്പോൾ പ്രൈസ് കൂടുകയും ചെയ്യും. കമ്പനികളുടെ പ്രവർത്തന മികവ് അല്ലെങ്കിൽ പ്രവർത്തന ഫലം അത് റിപ്പോർട്ട് വരുമ്പോൾ നല്ലതാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഷെയറിനുള്ള ഡിമാൻഡ് കൂടും. അപ്പോൾ നമ്മളുടെ പ്രൈസ് നമ്മൾ വാങ്ങിയ പ്രൈസിനേക്കാൾ കൂടുതൽ പ്രൈസിലേക്ക് ഷെയറിൻ്റെ പ്രൈസ് പോകും. ഇത് നമുക്ക് നല്ലൊരു വാല്യൂ അപ്രിസിയേഷൻ കിട്ടും. ഇങ്ങനെയാണ് പലരും ഷെയർ മാർക്കറ്റിൽ നിന്നും പൈസ ഉണ്ടാക്കിയെടുക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് 10 രൂപയ്ക്ക് മേടിച്ച ചില ഷെയറുകളുണ്ടാവും ആൾക്കാർ. അത് മാർക്കറ്റിൽ ഈ കമ്പനി ലിസ്റ്റ് ചെയ്തു, അത് നല്ല നല്ല ഫലങ്ങൾ വന്നു, ഡിമാൻഡ് വന്നു, കൂടുതൽ പ്രൈസിലേക്ക് കയറിപ്പോവുകയൊക്കെ സംഭവിക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് കൂടും. ഇപ്പോൾ നമ്മൾ പലരും പറയും റിലയൻസ്, TCS അല്ലെങ്കിൽ SBI ഇതുപോലെയുള്ള കമ്പനികൾ നല്ല പ്രവർത്തന ഫലം ആണ്, അവരുടെ ഷെയർ പ്രൈസ് നല്ല ഡിമാൻഡിലാണ്, ഇപ്പോൾ 2000 രൂപ 3000 രൂപ റേഞ്ചിലേക്കാണ് ഇവരുടെ ഷെയർ എന്ന് പറയുന്നത്. ഇതെല്ലാം ഒരു സുപ്രഭാതം കൊണ്ട് എത്തിപ്പെട്ടതല്ല. പണ്ട് ചെറിയൊരു തുകയിലാണ് ഇവരും ലിസ്റ്റ് ചെയ്ത് വന്നത്. അപ്പോൾ പതുക്കെ നമ്മൾ ഇതുപോലെയുള്ള കമ്പനികളുടെ ഇത് മനസ്സിലാക്കിയിട്ട് നല്ല നല്ല കമ്പനികളുടെ ഷെയർസ് കുറേശ്ശെ വാങ്ങി നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ സൂക്ഷിക്കുക. ഇത് പിന്നീട് പ്രൈസ് അപ്രിസിയേഷൻ കിട്ടുമ്പോൾ നമുക്ക് തന്നെ ഒരു ബെനിഫിറ്റായിട്ട് വരും. ഇങ്ങനെയാണ് നമ്മൾ കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുന്നതും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നതിന് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡോ മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് റിലേറ്റഡോ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ട് പെൻഡാറ്റ് സെക്യൂരിറ്റീസിൻ്റെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.